കൈക്കൂലി കേസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിടി. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥനായ MP ജോസ് ആണ് പിടിയിലായത്. കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. 2 ലക്ഷം രൂപയാണ് കെട്ടിട ഉടമയിൽ നിന്ന് ഇയാൾ ആവശ്യപ്പെട്ടത്. രാഹുൽ സുരേഷ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്തായാലും വിജിലൻസിന്റെ പിടിയിൽ ഇവർ അകപ്പെട്ടല്ലോ അല്ലേ? സർക്കാർ ജീവനക്കാർക്കൊക്കെ ആവശ്യത്തിന് ശമ്പളം സർക്കാർ തന്നെ നൽകുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഈ സർക്കാർ ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ ആളുകളോട് കൈക്കൂലി കൂടി ആവശ്യപ്പെടുന്നത്. എന്തായാലും തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി കേസിൽ കയ്യോടെ തന്നെ വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള MP ജോസിനെയാണ് ഈ വിജിലൻസ് സംഘം പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ തൊടുപുഴ നഗരത്തിൽ തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ 2 ലക്ഷം രൂപ ഈ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടത്. അതിൽ 75,000 രൂപ ഇന്ന് നൽകാമെന്ന് പരാതിക്കാരൻ പറയുകയായിരുന്നു. അങ്ങനെ പരാതിക്കാരൻ കാറിലെത്തുന്നു. ഈ ഉദ്യോഗസ്ഥരും കാറിൽ തന്നെ കയറി പണം കൈമാറുന്നതിനിടെയാണ് പരാതി പറഞ്ഞതുപോലെ തന്നെ ഈ കാറിൽ വെച്ച് തന്നെ വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുന്നത്. 75,000 രൂപ ഈ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും വിജിലൻസ് സംഘം പിടികൂടുകയും ചെയ്തു. പിന്നീട് വിജിലൻസിന്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഇയാൾ തന്നെയാണ് കൈക്കൂലി വാങ്ങിയതെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. 2 ലക്ഷം രൂപയായിരുന്നു ആവശ്യപ്പെട്ടത്. അത് 75,000 രൂപ ഇന്ന് നൽകാമെന്ന് പരാതിക്കാരൻ പറയുകയായിരുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിന് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊജക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പേപ്പർ വർക്കുകൾ കൂടി അവസാന ഘട്ടത്തിൽ നീങ്ങാനുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി നൽകണമെങ്കിൽ പണം നൽകണമെന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥനായിട്ടുള്ള MP ജോസ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നിർവാഹമില്ലാത്തതോടുകൂടിയാണ് ഇയാൾ പരാതിക്കാരൻ ഈ പൈസ കൊടുക്കാൻ എത്തിയത്. അതോടൊപ്പം തന്നെ വിജിലൻസ് സംഘത്തെ ഈ പരാതിക്കാരൻ വിവരം അറിയിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി വിജിലൻസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ MP ജോസ് എന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നാണ് വിജിലൻസ് സംഘം പറയുകയും ചെയ്യുന്നത്. എന്തായാലും പരിശോധനകൾ പൂർത്തിയാക്കി, നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള MP ജോസിനെ റിമാൻഡ് ചെയ്യും എന്നാണ് വിജിലൻസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.